അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഏലപ്പാറ തർബിയത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ ചീഫ് ഇമാം ഇല്യാസ് മൗലവിയാണ്. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള വിശ്വാസി സമൂഹമേ, ഇന്ന് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലൂടെയാണ്. ഈ മാസത്തിന്റെ പ്രത്യേകത ലോകത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ആ ഖുർആൻ അവതീർണമായ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ. ജിബ്രീൽ അലൈഹിസ്സലാം റമളാനിൽ തങ്ങളുടെ അരികിൽ എത്തുമ്പോഴെല്ലാം തങ്ങൾ ഏറ്റവും കൂടുതൽ ഉദാരവാനുള്ളത് റമളാനിലെ എല്ലാ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ സന്ദർശിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ നന്മകൾ ചെയ്യുന്നതിൽ വേഗത കാണിച്ചിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സുവർണ അവസരമാണ്. നന്മകൾ ചെയ്യാൻ, നന്മകൾ വാരിക്കൂട്ടാനുള്ള ദിവസങ്ങളാണ്. നാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുമായിട്ട് എല്ലാ നിലയിലും ഒരു ബന്ധം ഉണ്ടാകണം. ഇന്ന് ലോകം മുഴുവനും ഈ ഖുർആൻ വായിക്കുന്നത് ഇവിടുത്തെ വിശ്വാസി സമൂഹമായ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ലോകം മുഴുവനും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും നാനാ തുറകളിലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ചർച്ചയ്ക്ക് വിധേയമാകുകയാണ്. നാം ഓരോ ദിവസങ്ങളിലും പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ റമളാൻ കഴിയുമ്പോൾ അത് മുഴുവനും പാരായണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും എത്തണം. നമ്മുടെ മുൻഗാമികളായിരുന്നവർ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അവര് മത്സരത്തിലായിരുന്നു. മഹാനായ ഇസ്ലാമിലെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഖുർആൻ മുഴുവനും ഓതി പൂർത്തിയാക്കുമായിരുന്നു. അങ്ങനെ അവര് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ സഞ്ചരിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, അത് പഠിച്ചു, മറ്റുള്ളവരെ പഠിപ്പിച്ചു. നാമും ഈ അവസരത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുന്നവരാകുക, അത് ഓതുന്നവരാകുക. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവര്, നിങ്ങളിൽ ഏറ്റവും ഉന്നതരായവര് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഈ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠനത്തിന് വിധേയമാക്കണം. ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അത് പാരായണം ചെയ്യുന്നവരാകണം. അങ്ങനെ ഈ മാസം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ മാസമായി നാം ഓരോരുത്തരും മാറ്റിയെടുക്കണം. അതിന്
സൃഷ്ടാവായ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.